ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടീച്ച് ഇംഗ്ലീഷ്. 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ എന്ന ശ്രീകാന്ത് വൊള്ളയുടെ സക്സസ് സ്റ്റോറിയിലെ ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ്, ആക്ടിവിറ്റി 1-3യുടെ സൊല്യൂഷൻസ് എന്നിവയാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ വീഡിയോക്ക് നിങ്ങളുടെ വക ഒരു ലൈക്ക് നൽകുകയും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഊർജ്ജം പകരും. കൂടുതൽ വീഡിയോകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കിട്ടാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. While we read, A. Why does Srikanth say that his parents were the richest couple in the world? ശ്രീകാന്ത് തന്റെ മാതാപിതാക്കളെ ലോകത്തിലെ ഏറ്റവും ധനികരായ ദമ്പതികളെന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്താണ്? They gave him immense love despite his blindness. ശ്രീകാന്ത് അന്ധനായിരുന്നിട്ടും അവർ അവന് അതിരില്ലാത്ത സ്നേഹം നൽകി. This made him feel very lucky. താൻ വളരെ ഭാഗ്യവാനാണെന്ന് അവന് തോന്നി. B. Why did Srikanth's father believe that education would be his path? വിദ്യാഭ്യാസം ശ്രീകാന്തിന്റെ വഴിയാണെന്ന് അവന്റെ പിതാവ് വിശ്വസിക്കാൻ കാരണമെന്ത്? ശ്രീകാന്ത് couldn't help with farming. ശ്രീകാന്തിന് കൃഷിപ്പണിയിൽ സഹായിക്കാൻ കഴിഞ്ഞില്ല. So his father decided education was his best path. അതിനാൽ വിദ്യാഭ്യാസം അവന് ഏറ്റവും നല്ല വഴിയാണെന്ന് പിതാവ് തീരുമാനിച്ചു. C. How did Srikanth excel as a student at the special school in Hyderabad? ഹൈദരാബാദിലെ സ്പെഷ്യൽ സ്കൂളിൽ ശ്രീകാന്ത് എങ്ങനെയാണ് മികച്ച വിദ്യാർത്ഥിയായത്? He achieved top ranks academically. പഠനത്തിൽ അവൻ ഉന്നത റാങ്കുകൾ നേടി. He also represented India in chess and cricket. ചെസ്സിലും ക്രിക്കറ്റിലും അവൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. D. Srikanth says that he is not visually impaired, but visually challenged. Why? താൻ കാഴ്ച വൈകല്യമുള്ളവനല്ല, മറിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്നവനാണെന്ന് ശ്രീകാന്ത് പറയുന്നു. എന്തുകൊണ്ട്? He sees his condition as a challenge to overcome, not a weakness. അവന്റെ അവസ്ഥയെ ഒരു ദൗർബല്യമായിട്ടല്ല, മറിച്ച് മറികടക്കേണ്ട ഒരു വെല്ലുവിളിയായിട്ടാണ് അവൻ കാണുന്നത്. It reflects his positive outlook on life. ഇത് ജീവിതത്തോടുള്ള അവന്റെ പോസിറ്റീവായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത്. E. How did Srikanth overcome the obstacles in pursuing his studies in science? ശാസ്ത്ര പഠനം തുടരുന്നതിനുള്ള തടസ്സങ്ങളെ ശ്രീകാന്ത് എങ്ങനെയാണ് മറികടന്നത്? He fought the government legally. അവൻ സർക്കാരുമായി നിയമപോരാട്ടം നടത്തി. With a mentor's help, he studied from audiobooks and achieved high scores. ഒരു ഉപദേഷ്ടാവിന്റെ സഹായത്തോടെ അവൻ ഓഡിയോബുക്കുകളിൽ നിന്ന് പഠിക്കുകയും ഉയർന്ന സ്കോറുകൾ നേടുകയും ചെയ്തു. F. What do you understand about the attitude of society to disabled individuals when Bolla was a student in school? ശ്രീകാന്ത് ബൊല്ല സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വികലാംഗരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തെക്കുറിച്ച് നിങ്ങളെന്ത് മനസ്സിലാക്കുന്നു? How did he help to change the situation? പ്രസ്തുത സാഹചര്യം മാറ്റാൻ അവനെങ്ങനെ സഹായിച്ചു? Society often excluded disabled people. സമൂഹം പലപ്പോഴും വികലാംഗരെ ഒഴിവാക്കി നിർത്തിയിരുന്നു. He changed this by employing them in his company, showing their capabilities. തന്റെ കമ്പനിയിൽ അവർക്ക് ജോലി നൽകി, അവരുടെ കഴിവുകൾ കാണിച്ചുകൊണ്ടാണ് അവൻ ഈ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കിയത്. G. Why did Srikanth return to India instead of pursuing opportunities in the corporate sector in the USA? യിലെ കോർപ്പറേറ്റ് മേഖലയിലെ അവസരങ്ങൾ തേടുന്നതിന് പകരം ശ്രീകാന്ത് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് എന്തുകൊണ്ട്? He wanted to solve problems faced by disabled people in India. ഇന്ത്യയിലെ വികലാംഗർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവൻ ആഗ്രഹിച്ചു. He aimed to build a support system for them. അവർക്കായി ഒരു പിന്തുണ സംവിധാനം കെട്ടിപ്പടുക്കാൻ അവൻ ലക്ഷ്യമിട്ടു. H. What do you think the word reintegrate means in this context? ഈ സന്ദർഭത്തിൽ പുനഃസംയോജിപ്പിക്കുക എന്ന വാക്കിന് എന്താണർത്ഥം? It means to help disabled people rejoin society fully. വികലാംഗരെ സമൂഹത്തിൽ പൂർണ്ണമായി വീണ്ടും ചേരാൻ സഹായിക്കുക എന്നാണ് ഇതിനർത്ഥം. This involves giving them opportunities to participate. ഇത് അവർക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നൽകുന്നത് ഉൾപ്പെടുന്നു. Let's rewind. 1. What were the challenges Srikanth faced in his education, and how did he overcome them? ശ്രീകാന്ത് തന്റെ വിദ്യാഭ്യാസത്തിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അവയെ അവൻ എങ്ങനെ അതിജീവിച്ചു? Srikanth faced social exclusion and neglect at school, and was denied science education due to his visual impairment. സ്കൂളിൽ ശ്രീകാന്ത് സാമൂഹികമായി ഒറ്റപ്പെടുത്തലും അവഗണനയും നേരിട്ടു. കാഴ്ച വൈകല്യം കാരണം അവന് സയൻസ് പഠനം നിഷേധിക്കപ്പെട്ടു.
He overcame these by excelling at a special school, successfully suing the government to study science, and gaining admission to top US universities like MIT after being rejected by IIT. ഒരു സ്പെഷ്യൽ സ്കൂളിൽ മികവ് പുലർത്തിയും സയൻസ് പഠിക്കാൻ സർക്കാരിനെതിരെ നിയമപരമായി പോരാടി വിജയിച്ചും IITയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ശേഷം MIT പോലുള്ള മികച്ച US സർവകലാശാലകളിൽ പ്രവേശനം നേടിയും അവൻ ഇവയെ അതിജീവിച്ചു. 2. What motivated Srikanth to return to India? ശ്രീകാന്തിനെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിച്ചതെന്താണ്? What did he do on his return? തിരിച്ചെത്തിയ ശേഷം അവൻ എന്ത് ചെയ്തു? He returned to India to solve problems faced by disabled people, specifically their social exclusion and lack of economic opportunities. വികലാംഗർ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അവർ നേരിടുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലും സാമ്പത്തിക അവസരങ്ങളുടെ അഭാവവും പരിഹരിക്കാൻ അവൻ ഇന്ത്യയിലേക്ക് മടങ്ങി. Upon his return, he co-founded Bolland Industries to rehabilitate, nurture, and employ disabled individuals, integrating them into society. തിരിച്ചെത്തിയ ശേഷം വികലാംഗരെ സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവരെ പുനരധിവസിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും അവർക്ക് ജോലി നൽകാനുമായി അവൻ ബൊല്ലൻഡ് ഇൻഡസ്ട്രീസ് സഹസ്ഥാപിച്ചു. Let us recall and recreate. നമുക്ക് ഓർമ്മിക്കുകയും പുനഃസൃഷ്ടിക്കുകയും ചെയ്യാം. ആക്ടിവിറ്റി 1. Srikanth Bolla is an entrepreneur and a pillar of support to many. ശ്രീകാന്ത് ബൊല്ല ഒരു സംരംഭകനും അനേകം പേർക്ക് താങ്ങും തണലുമാണ്. You would like to interview him to know more about his journey to success. വിജയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയെക്കുറിച്ച് കൂടുതലറിയാൻ നിങ്ങൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Prepare a set of questions to interview him. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ട ചോദ്യങ്ങൾ തയ്യാറാക്കുക. You may ask questions regarding. താഴെ നൽകുന്ന സൂചനകളെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പേഴ്സണൽ ലൈഫ്, വ്യക്തിജീവിതം. പ്രൊഫഷണൽ ലൈഫ്, ഔദ്യോഗിക ജീവിതം. ചാലഞ്ചസ്, നേരിട്ട വെല്ലുവിളികൾ. മെന്റേഴ്സ് ആൻഡ് ഗൈഡ്സ്, മാർഗദർശികളും വഴികാട്ടികളുമായവര്. അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്, നേട്ടങ്ങളും അവാർഡുകളും. എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് വിത്ത് ഡോക്ടർ കലാം, ഡോക്ടർ കലാമിനൊപ്പം പ്രവർത്തിച്ച അനുഭവം. ബീങ് ആൻ എംപ്ലോയർ ആൻഡ് നോട്ട് ആൻ എംപ്ലോയ്, ഒരു ജോലിക്കാരനല്ല മറിച്ച് ഒരു തൊഴിൽ ദാതാവ് ആയിരിക്കുന്നത്. മെസ്സേജ് ടു സൊസൈറ്റി, സമൂഹത്തിന് നൽകാനുള്ള സന്ദേശം. സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്തബോധം. ഇവയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഏതാനും ചോദ്യങ്ങളിവിടെ നൽകുന്നു. ഹൗ ഡിഡ് യുവർ പേരന്റ്സ് ലവ് ഹെൽപ്പ് യു ഓവർകം ഏർലി സൊസൈറ്റൽ ജഡ്ജ്മെന്റ്സ്? ആദ്യകാലത്തുണ്ടായ സാമൂഹികമായ വേർതിരിവുകളെ അതിജീവിക്കാൻ മാതാപിതാക്കളുടെ സ്നേഹം നിങ്ങളെ എങ്ങനെ സഹായിച്ചു? വാട്ട് വാസ് യുവർ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷണൽ ചാലഞ്ച് ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ഇറ്റ്? വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? അതിനെ എങ്ങനെ മറികടന്നു? ഹൂ വാസ് യുവർ കീ മെന്റർ ആൻഡ് ഹൗ ഡിഡ് ദേ ഇൻഫ്ലുവൻസ് യുവർ ജേർണി? നിങ്ങളുടെ പ്രധാന മാർഗദർശി ആരായിരുന്നു? അവർ നിങ്ങളുടെ യാത്രയെ എങ്ങനെ സ്വാധീനിച്ചു? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇംപാക്ട്ഫുൾ ലെസൺ ഫ്രം വർക്കിംഗ് വിത്ത് ഡോക്ടർ കലാം? ഡോക്ടർ കലാമിനൊപ്പം പ്രവർത്തിച്ചതിൽ നിന്നും ഏറ്റവും സ്വാധീനം ചെലുത്തിയ പാഠമെന്താണ്? വാട്ട് മോട്ടിവേറ്റഡ് യുവർ റിട്ടേൺ ടു ഇന്ത്യ ടു സ്റ്റാർട്ട് ബോളണ്ട് ഇൻഡസ്ട്രീസ് ആഫ്റ്റർ MIT? MITയിലെ പഠനത്തിനുശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിവന്ന് ബോളണ്ട് ഇൻഡസ്ട്രീസ് ആരംഭിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്താണ്? വൈ ഡിഡ് യു ചൂസ് ടു എംപ്ലോയ് ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റെഡ് ഓഫ് വർക്കിംഗ് കോർപ്പറേറ്റ്ലി? ഒരു കോർപ്പറേറ്റ് ജോലിക്ക് പകരം ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് തൊഴിൽ നൽകാൻ നിങ്ങൾ തീരുമാനിച്ചതെന്തുകൊണ്ട്? വാട്ട് യുണീക്ക് സ്ട്രെങ്ത്സ് ഡു യുവർ ഡിസേബിൾഡ് എംപ്ലോയീസ് ബ്രിങ്? നിങ്ങളുടെ ഭിന്നശേഷിയുള്ള ജീവനക്കാർ കാഴ്ചവെക്കുന്ന സവിശേഷമായ കഴിവുകൾ എന്തെല്ലാമാണ്? വിച്ച് ഓഫ് യുവർ അച്ചീവ്മെന്റ്സ് ഗിവ്സ് യു ദ മോസ്റ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ? നിങ്ങളുടെ ഏത് നേട്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യക്തിപരമായ സംതൃപ്തി നൽകുന്നത്? വാട്ട്സ് യുവർ കോർ മെസ്സേജ് ടു സൊസൈറ്റി അബൌട്ട് സപ്പോർട്ടിംഗ് ഡിസേബിൾഡ് പീപ്പിൾ? ഭിന്നശേഷിയുള്ള വ്യക്തികളെ പിന്തുണയ്ക്കുന്നതിനെക്കുറിച്ച് സമൂഹത്തിന് നൽകാനുള്ള നിങ്ങളുടെ പ്രധാന സന്ദേശം എന്താണ്? വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് വിഷൻ ഫോർ ബോളണ്ട് ഇൻഡസ്ട്രീസ് ഫ്യൂച്ചർ ഇംപാക്ട്? ബോളണ്ട് ഇൻഡസ്ട്രീസിന്റെ ഭാവിയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ കാഴ്ചപ്പാടെന്താണ്? ആക്ടിവിറ്റി 2. ഇവിടെ തന്നിരിക്കുന്ന ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. അതിനുശേഷം നൽകിയ ചോദ്യങ്ങൾക്കുത്തരം നൽകുക. What do you think about the headline? Does it capture the message of the article? ഈ ലേഖനത്തിന്റെ ഹെഡിങ്ങിനെക്കുറിച്ച് നിങ്ങളെന്ത് കരുതുന്നു? ലേഖനത്തിന്റെ സന്ദേശം ഹെഡിംഗ് ഉൾക്കൊള്ളുന്നുണ്ടോ? The headline, Kudumbashree in RLM, A Story of Transformation, effectively highlights the article's core message, a significant positive change brought about by Kudumbashree in RLM. അരളത്തെ കുടുംബശ്രീ, ഒരു പരിവർത്തനത്തിന്റെ കഥ എന്ന തലക്കെട്ട്
ലേഖനത്തിന്റെ പ്രധാന സന്ദേശമായ അറളത്ത് കുടുംബശ്രീ കൊണ്ടുവന്ന വലിയ മാറ്റത്തെ ഫലപ്രദമായി എടുത്തുകാണിക്കുന്നു. വാട്ട് ഡസ് ദി ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ടെൽ അസ്? ലേഖനത്തിന്റെ ആമുഖഭാഗം നമ്മളോട് എന്താണ് പറയുന്നത്? The first paragraph introduces a specific success. Tribal women in Aralam, trained by Kudumbashri, successfully made umbrellas, generating 25 lakh rupees annually despite challenges. കുടുംബശ്രീയുടെ പരിശീലനം ലഭിച്ച അറളത്തെ ആദിവാസി സ്ത്രീകൾ അവർ നേരിടുന്ന പലവിധ വെല്ലുവിളികൾക്കിടയിലും കുടകൾ വിജയകരമായി നിർമ്മിച്ച് പ്രതിവർഷം 25 ലക്ഷം രൂപ നേടിയെന്ന കാര്യം ആദ്യ ഖണ്ഡിക പരിചയപ്പെടുത്തുന്നു. What is the main topic of the article? ലേഖനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം എന്താണ്? The article's main subject is Kudumbashri's role in empowering women, especially tribal women, through entrepreneurship, which improves their economic and social standing. സ്ത്രീകളെ, പ്രത്യേകിച്ച് ആദിവാസി സ്ത്രീകളെ, സംരംഭകത്വത്തിലൂടെ ശാക്തീകരിക്കുന്നതിൽ കുടുംബശ്രീയുടെ പങ്ക്, അതുവഴി അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ നില മെച്ചപ്പെടുത്തുന്നത് എന്നിവയാണ് ലേഖനത്തിന്റെ പ്രധാന വിഷയം. How does the article conclude? ലേഖനം എങ്ങനെയാണ് അവസാനിക്കുന്നത്? The article concludes by highlighting Kudumbashri's tribal entrepreneurship ventures as significant instances of innovative, women-led community development, emphasizing their impact. കുടുംബശ്രീയുടെ ആദിവാസി സംരംഭകത്വ പ്രവർത്തനങ്ങള് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള നൂതനമായ സാമൂഹിക വികസനത്തിന്റെ പ്രധാന ഉദാഹരണങ്ങളാണെന്നും അവയുടെ സ്വാധീനം വലുതാണെന്നും എടുത്തുപറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. ബി. Srikanth Bolla established an enterprise to create opportunities for the differently abled. ശ്രീകാന്ത് ബൊല്ല ഭിന്നശേഷിയുള്ളവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ഒരു സംരംഭം സ്ഥാപിച്ചു. He is now the CEO of a $1 million company that manufactures eco-friendly packing materials. അദ്ദേഹം ഇപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ പാക്കിംഗ് സാമഗ്രികൾ നിർമ്മിക്കുന്ന $1 million കമ്പനിയുടെ CEO ആണ്. Based on your reading of Breaking Barriers, I Will Fly, prepare an article on the achievements of Srikanth Bolla and publish it in your class magazine. Breaking Barriers, I Will Fly എന്ന ടെക്സ്റ്റ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകാന്ത് ബൊല്ലയുടെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ് മാസികയിൽ പ്രസിദ്ധീകരിക്കുക. You may follow the format given below. താഴെ നൽകിയിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. Breaking Barriers, Soaring High, The Srikanth Bolla Story. തടസ്സങ്ങൾ ഭേദിച്ച് ഉയരങ്ങളിലേക്ക് ശ്രീകാന്ത് ബൊല്ലയുടെ കഥ. എഴുതിയത്. ഇവിടെ നിങ്ങളുടെ പേരെഴുതുക. ആദ്യം നമുക്ക് ആർട്ടിക്കിളിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതാം. ഇൻട്രോഡക്ഷൻ. പീപ്പിൾ ഓഫൻ ജഡ്ജ് അതേഴ്സ് ബൈ ദെയർ ഡിഫറൻസസ്. മറ്റുള്ളവർ പലപ്പോഴും ആളുകളെ അവരുടെ വ്യത്യാസങ്ങൾ വെച്ച് വിലയിരുത്താറുണ്ട്. ബട്ട് ശ്രീകാന്ത് ബോല്ല ഇസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. എന്നാൽ ശ്രീകാന്ത് ബൊല്ല ഒരു വലിയ പ്രചോദനമാണ്. ഹി വാസ് ബോൺ അനേബിൾ ടു സീ വെൽ. അദ്ദേഹം ജനിച്ചത് കാഴ്ചക്കുറവുള്ള ആളായിട്ടാണ്. He did not let what people thought or his own problems stop him. മറ്റുള്ളവർക്ക് തന്നെക്കുറിച്ചുള്ള ചിന്തകളോ സ്വന്തം പ്രശ്നങ്ങളോ തന്നെ തടയാൻ അദ്ദേഹം അനുവദിച്ചില്ല. His amazing journey started from a simple background. വളരെ സാധാരണമായ ഒരു ചുറ്റുപാടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഈ അത്ഭുതകരമായ യാത്ര തുടങ്ങിയത്. Now, he is the CEO of a $1 million company. ഇപ്പോൾ, അദ്ദേഹം $1 ദശലക്ഷം മൂല്യമുള്ള കമ്പനിയുടെ CEO ആണ്. This company makes eco-friendly packaging. ഈ കമ്പനി പരിസ്ഥിതി സൗഹൃദ പാക്കിംഗ് സാമഗ്രികൾ നിർമ്മിക്കുന്നു. His story shows his strong will and clear ideas. അദ്ദേഹത്തിന്റെ വിജയഗാഥ അദ്ദേഹത്തിന്റെ ശക്തമായ നിശ്ചയദാർഢ്യവും വ്യക്തമായ ആശയങ്ങളും കാണിക്കുന്നു. അടുത്ത പാരഗ്രാഫായി ആർട്ടിക്കിളിന്റെ പ്രധാന ഉള്ളടക്കം തയ്യാറാക്കാം. Srikanth's life was not easy at all. ശ്രീകാന്തിന്റെ ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല. First, he was rejected from regular schools. തുടക്കത്തിൽ സാധാരണ സ്കൂളുകളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. He then fought to study science. പിന്നീട് അദ്ദേഹം ശാസ്ത്രം പഠിക്കാൻ വേണ്ടി നിയമപോരാട്ടം നടത്തി. He became the first visually challenged student to get into MIT. MITയിൽ പ്രവേശനം നേടുന്ന ആദ്യത്തെ കാഴ്ചക്കുറവുള്ള വിദ്യാർത്ഥിയായി അദ്ദേഹം മാറി. His life is full of successes despite problems. പ്രശ്നങ്ങളുണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം വിജയങ്ങൾ നിറഞ്ഞതാണ്. He did very well in his studies. പഠനത്തിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. But he wanted more than just his own success. എന്നാൽ സ്വന്തം വിജയത്തിനപ്പുറം അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിച്ചു. He dreamed of a world where being different did not stop people from getting jobs. ഭിന്നശേഷിക്കാർക്ക് ജോലി ലഭിക്കുന്നതിന് തടസ്സമില്ലാത്ത ഒരു ലോകം അദ്ദേഹം സ്വപ്നം കണ്ടു. This idea led him to start a company. ഈ ആശയം അദ്ദേഹത്തെ ഒരു കമ്പനി തുടങ്ങാൻ പ്രേരിപ്പിച്ചു.
It was made to give good jobs to people with disabilities. ഭിന്നശേഷിയുള്ളവർക്ക് നല്ല ജോലികൾ നൽകാനായിട്ടാണ് ഇത് സ്ഥാപിച്ചത്. His company makes green, earth-friendly packing materials. അദ്ദേഹത്തിന്റെ കമ്പനി പരിസ്ഥിതി സൗഹൃദമായ പാക്കിംഗ് സാമഗ്രികൾ നിർമ്മിക്കുന്നു. So, it helps the environment and also helps people. അതിനാൽ, ഇത് പരിസ്ഥിതിയെ സഹായിക്കുകയും അതുവഴി ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു. This shows his new way of doing business. ഇത് അദ്ദേഹത്തിന്റെ പുതിയ ബിസിനസ് സമീപനം കാണിക്കുന്നു. He makes money, but also helps people. അദ്ദേഹം പണം സമ്പാദിക്കുന്നതോടൊപ്പം ആളുകളെയും സഹായിക്കുന്നു. His company gives jobs. അദ്ദേഹത്തിന്റെ കമ്പനി തൊഴിൽ നൽകുന്നു. It also helps people feel proud and independent. ഇത് ആളുകൾക്ക് അഭിമാനവും സ്വാശ്രയത്വവും നേടാൻ സഹായിക്കുന്നു. It proves that with the right chances, everyone can help society in important ways. ശരിയായ അവസരങ്ങൾ ലഭിച്ചാൽ എല്ലാവർക്കും മഹത്തരമായ രീതിയിൽ സമൂഹത്തെ സേവിക്കാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു. ഇനി ഈ ആർട്ടിക്കിൾ ഉപസംഹരിക്കാം. ശ്രീകാന്ത് ബോല്ലാ's story shows us that real limits are in our minds, not in our bodies. യഥാർത്ഥ പരിമിതികൾ നമ്മുടെ മനസ്സിലാണ്, ശരീരത്തിലല്ല എന്ന് ശ്രീകാന്ത് ബൊല്ലയുടെ കഥ നമ്മളെ കാണിക്കുന്നു. His journey is very inspiring. അദ്ദേഹത്തിന്റെ യാത്ര വളരെ പ്രചോദനകരമാണ്. He went from overcoming study challenges to giving jobs to others as a CEO. പഠനത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ച് ഒരു സിഇഒ ആയി മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്ന നിലയിലേക്ക് അദ്ദേഹം എത്തി. His success shows how much one brave and believing person can change many lives. ധൈര്യശാലിയായ, തന്നിൽ തന്നെ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ജനജീവിതത്തിൽ എത്രമാത്രം മാറ്റം വരുത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ വിജയം കാണിക്കുന്നു. ശ്രീകാന്ത് ബോല്ല ഡസ് നോട്ട് ജസ്റ്റ് മേക്ക് പാക്കിംഗ് മെറ്റീരിയൽസ്. ശ്രീകാന്ത് ബൊല്ല വെറും പാക്കിംഗ് സാമഗ്രികൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. He also brings hope, new chances, and a new idea about what people can do. അദ്ദേഹം പ്രതീക്ഷയും പുതിയ അവസരങ്ങളും ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ ആശയവും നൽകുന്നു. His success makes us think about including everyone. അദ്ദേഹത്തിന്റെ വിജയം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെക്കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നു. It also makes us see the huge hidden talent in each person. ഓരോ വ്യക്തിയിലും മറഞ്ഞിരിക്കുന്ന കഴിവുകളെ കാണാനും ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നു. Activity 3. You plan to invite Srikanth Bolla as the chief guest for a function at your school on the International Day of Persons with Disabilities. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനമായ ഡിസംബർ 3-ന് നിങ്ങളുടെ സ്കൂളിൽ നടക്കുന്ന ഒരു ചടങ്ങിലേക്ക് ശ്രീകാന്ത് ബൊല്ലയെ മുഖ്യാതിഥിയായി ക്ഷണിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു. Prepare an event invitation for the program, giving the necessary details. ആവശ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി പരിപാടിയുടെ ക്ഷണക്കത്ത് തയ്യാറാക്കുക. XYZ Public School, ഇവിടെ നിങ്ങളുടെ സ്കൂളിന്റെ പേരെഴുതുക. Celebration of International Day of Persons with Disabilities, Breaking Barriers. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം, തടസ്സങ്ങൾ ഭേദിച്ചുകൊണ്ട് എന്നതാണ് നിങ്ങൾ നടത്തുന്ന പ്രോഗ്രാമിന്റെ പേര്. Respected Srikanth Bolla, we are organizing a special program to celebrate the International Day of Persons with Disabilities. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നു. The event will be held on December 3, 2025, from 10 a.m. to 1 p.m. പരിപാടി 2025 ഡിസംബർ 3-ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. The venue is our school auditorium. വേദി ഞങ്ങളുടെ സ്കൂൾ ഓഡിറ്റോറിയമാണ്. The students and staff of our school are proudly hosting this event. ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു ജീവനക്കാരും അഭിമാനപൂർവ്വം ഈ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നു. We humbly invite you as our chief guest. ഞങ്ങൾ വിനീതമായി അങ്ങയെ ഞങ്ങളുടെ മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നു. This event aims to promote awareness about inclusion, celebrate the unique talents of persons with disabilities, and inspire our students by your remarkable life journey and achievements. ഉൾക്കൊള്ളലിനെക്കുറിച്ച് അവബോധം വളർത്തുക, ഭിന്നശേഷിക്കാരുടെ അതുല്യമായ കഴിവുകൾ ആഘോഷിക്കുക, നിങ്ങളുടെ ശ്രദ്ധേയമായ ജീവിതയാത്രയിലൂടെയും നേട്ടങ്ങളിലൂടെയും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക എന്നിവയാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. Your work in creating opportunities for the differently abled resonates deeply with our school's values. ഭിന്നശേഷിക്കാർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള നിങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ സ്കൂളിന്റെ മൂല്യങ്ങളുമായി നന്നായി യോജിക്കുന്നു. The program will include inspiring speeches, cultural performances by our students, and a felicitation ceremony for our esteemed guest. പരിപാടിയിൽ പ്രചോദനം നൽകുന്ന പ്രസംഗങ്ങൾ, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കൂടാതെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അതിഥിക്കുള്ള ആദരവ് അർപ്പിക്കൽ എന്നിവ ഉൾപ്പെടും.
We cordially invite you to grace this occasion as our chief guest and share your valuable insights with our students. മുഖ്യാതിഥിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ വിദ്യാർത്ഥികളുമായി നിങ്ങളുടെ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ പങ്കുവെക്കാനും അങ്ങയെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Your presence would be a tremendous source of encouragement and a highlight for our entire school community. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മുഴുവൻ സ്കൂൾ സമൂഹത്തിനും വലിയ പ്രോത്സാഹനവും ഒരു പ്രധാന ആകർഷണവുമായിരിക്കും. സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലം, നഗരം അല്ലെങ്കിൽ ഗ്രാമം എന്നിവയും ഇൻവിറ്റേഷൻ തയ്യാറാക്കുന്ന തീയതി എന്നിവ എഴുതുക. ഇതോടെ ഇൻവിറ്റേഷൻ ലെറ്റർ പൂർത്തിയായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.